നമസ്കാരം. മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം. നാടിനെ നടുക്കി കർണാടകയിൽ ക്രൂര കൊലപാതകം. തുംകുരു താലൂക്കിലെ ബെല്ലാവി നിവാസിയായ 42-കാരിയായ ലക്ഷ്മി ദേവമ്മയാണ് കൊല്ലപ്പെട്ടത്. ഓഗസ്റ്റ് 4 മുതൽ ലക്ഷ്മി ദേവമ്മയെ കാണാനില്ലെന്ന പരാതി ഉണ്ടായിരുന്നു. പിന്നാലെയാണ് അരിംകൊല പുറംലോകം അറിഞ്ഞത്. ലക്ഷ്മി ദേവമ്മയുടെ ശരീരഭാഗങ്ങൾ ഗ്രാമത്തിലെ 10 ഇടങ്ങളിൽ നിന്നാണ് കണ്ടെടുത്തത്. തുംകുരുവിലെ ബെല്ലാവി സ്വദേശിയായ ലക്ഷ്മി ദേവമ്മയുടെ മൃതദേഹങ്ങൾ 10 ഇടങ്ങളിൽ നിന്നായി കണ്ടെത്തിയ സംഭവം നാടിനെ നടുക്കുന്നതായിരുന്നു. അതേസമയം സംഭവത്തിൽ മകളുടെ ഭർത്താവും ദന്ത ഡോക്ടറുമായ ഡോക്ടർ രാമചന്ദ്ര എസ്, 2 സഹായികൾ എന്നിവരെ അറസ്റ്റ് ചെയ്തു. അമ്മായിയമ്മയ്ക്ക് സ്വഭാവദൂഷ്യമെന്ന് ആരോപിച്ച് മകളുടെ ഭർത്താവ് കൂടിയായ ദന്ത ഡോക്ടറാണ് കൊലപ്പെടുത്തിയത്. മൃതദേഹം 19 കഷ്ണങ്ങളാക്കി പലയിടങ്ങളിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ മരുമകനടക്കം 3 പേരാണ് അറസ്റ്റിലായത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തുംകുരുവിനെ ഞെട്ടിച്ച കൊലപാതകത്തിൽ പ്രതിയെ കഴിഞ്ഞ ദിവസമാണ് തിരിച്ചറിഞ്ഞത്. തുംകുരുവിലെ ബെല്ലാവി സ്വദേശിയായ ലക്ഷ്മി ദേവമ്മയുടെ മൃതദേഹങ്ങൾ 10 ഇടങ്ങളിൽ നിന്നായി കണ്ടെത്തിയ സംഭവത്തിൽ മകളുടെ ഭർത്താവും ദന്ത ഡോക്ടറുമായ ഡോക്ടർ രാമചന്ദ്ര എസ്, 2 സഹായികൾ എന്നിവരെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഓഗസ്റ്റ് 7 തെരുവുനായ മനുഷ്യന്റെ കൈയുമായി പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ നടത്തിയ തെരച്ചിലിലാണ് 10 ഇടങ്ങളിൽ നിന്നായി 42-കാരിയുടെ മൃതദേഹഭാഗങ്ങൾ കണ്ടെത്തിയത്. അറസ്റ്റിലായ 3 പേരും തുംകുരു സ്വദേശികളാണ്. കൊലപാതകത്തിനും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനും അടക്കമാണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ലക്ഷ്മി ദേവമ്മയ്ക്ക് സ്വഭാവദൂഷ്യം തനിക്ക് അപമാനം നൽകുന്നുവെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം. ചിമ്പുകനഹള്ളിയിൽ വ്യാഴാഴ്ചയാണ് പ്രദേശവാസി കുറ്റിക്കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന തെരുവുനായയുടെ വായിൽ മനുഷ്യന്റെ കൈ ശ്രദ്ധിക്കുന്നത്. കൊരട്ടഗിരിക്കും കൊലാലയ്ക്കും ഇടയ്ക്ക് നായ റോഡ് മുറിച്ച് കടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയുടെ നിയോജക മണ്ഡലത്തിൽ നടന്ന സംഭവമായതിനാൽ തന്നെ കൊലപാതകം വലിയ രീതിയിൽ ചർച്ചയായതിന് പിന്നാലെ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം കേസിൽ രൂപീകരിച്ചിരുന്നു. പോലീസ് നടത്തിയ തെരച്ചിലിൽ 3 കിലോമീറ്റർ പരിധിയിൽ 10 ഇടങ്ങളിൽ നിന്നായാണ് മനുഷ്യ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ കണ്ടെത്തിയത്. അഴുകുന്നതിന്റെ വിവിധ ഘട്ടങ്ങളിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. തുംകുരുവിലെ ബെല്ലാവി സ്വദേശിയായ ലക്ഷ്മി ദേവമ്മയെ ഓഗസ്റ്റ് 4 മുതൽ കാണാതായിരുന്നു. മകളെ കാണാനായി പോയ 42-കാരി തിരിച്ചെത്തിയില്ലെന്നാണ് പോലീസിൽ ലഭിച്ച പരാതി. 42-കാരിയുടെ ഭർത്താവ് ബാസവരാജുവാണ് ഭാര്യയെ കാണുന്നില്ലെന്ന് പരാതി നൽകിയത്. മൃതദേഹത്തിന്റെ ആദ്യ ഭാഗം കണ്ടെത്തുന്നതിന് 2 ദിവസം മുൻപാണ് 42-കാരി കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് വിശദമാക്കുന്നത്. സിദ്ധാർപെട്ട റോഡിൽ ചിമ്പുകനഹള്ളിക്കും വെങ്കടപുരയ്ക്കും ഇടയിലാണ് മൃതദേഹഭാഗങ്ങൾ കണ്ടെത്തിയത്. ഓഗസ്റ്റ് 7 ചിമ്പുകനഹള്ളിയിലെ മിഥ്യാലമ്മ ക്ഷേത്രത്തിന് സമീപം വ്യാഴാഴ്ച രാവിലെയാണ് നായ സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് കൈ കടിച്ചു കൊണ്ടുപോകുന്നത് നാട്ടുകാർ കണ്ടത്. പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ 1 കിലോമീറ്റർ അകലെയായി പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ മറ്റൊരു കൈ കൂടി കണ്ടെത്തി. പിന്നാലെ ഒരു സ്ത്രീയുടെ തലയടക്കം ശരീരഭാഗങ്ങൾ 10 വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. പോലീസ് അന്വേഷണം തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ ലിംഗപുര റോഡ് പാലത്തിന് സമീപം മനുഷ്യന്റെ കുടലിന്റെ ഭാഗങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ബെൻഡോൺ നഴ്സറിക്ക് സമീപത്തു നിന്ന് ആമാശയവും മറ്റ് ആന്തരിക അവയവങ്ങളും കണ്ടെത്തി. ജോണിഗരഹള്ളിക്ക് സമീപം രക്തം പുരണ്ട ഒരു ബാഗും കണ്ടെത്തുകയായിരുന്നു. സിന്താരബെട്ടയ്ക്കും നെഹലാലിനും ഇടയിലുള്ള റോഡിന് സമീപത്തു നിന്ന് 2 ബാഗുകളിലായാണ് കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. സിന്താരബെട്ടിക്ക് സമീപത്തു നിന്നും സ്ത്രീയുടെ വെട്ടിമാറ്റിയ തലയും കണ്ടെടുത്തു. കൊരട്ടകരെ, കോളാല പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ വരുന്ന 10 ഇടങ്ങളിൽ നിന്നായാണ് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത്. ചിമ്പുകനഹള്ളിയിൽ വ്യാഴാഴ്ചയാണ് പ്രദേശവാസി കുറ്റക്കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന തെരുവുനായയുടെ വായിൽ മനുഷ്യന്റെ കൈ ശ്രദ്ധിക്കുന്നത്. കൊരട്ടഗിരിക്കും കൊലാലയ്ക്കും ഇടയിൽ നായ റോഡ് മുറിച്ച് കടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. 3 കിലോമീറ്റർ പരിധിയിൽ 10 ഇടങ്ങളിൽ നിന്നായാണ് മനുഷ്യ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ കണ്ടെത്തിയത്. അഴുകുന്നതിന്റെ വിവിധ ഘട്ടങ്ങളിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 2 കൈകളും കൈപ്പത്തികളും വയർഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. കൊല്ലപ്പെട്ടയാളുടെ കൈകളിലും മുഖത്തും പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുംകുരു താലൂക്കിലെ ബെല്ലാവി നിവാസിയായ ലക്ഷ്മി ദേവമ്മയാണ് കൊല്ലപ്പെട്ടതെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഓഗസ്റ്റ് 4 മുതൽ ലക്ഷ്മി ദേവമ്മയെ കാണാനില്ലെന്ന് ഭർത്താവ് ബസവരാജു ബെല്ലാവി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഓഗസ്റ്റ് 3 മകളെ കാണാൻ ലക്ഷ്മി ദേവമ്മ ഉർഡിക്കരയിലേക്ക് പോയതായിരുന്നു. എന്നാൽ പിന്നീട് തിരിച്ചെത്തിയില്ല. ലക്ഷ്മി ദേവമ്മയെ കൊലപ്പെടുത്തി പിടിക്കപ്പെടാതിരിക്കാനായി ശരീരഭാഗങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചതാകാമെന്നാണ് പോലീസ് കരുതുന്നത്. അതേസമയം തന്നെ രാജ്യത്ത് പല രീതിയിലുള്ള കൊലപാതകങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളായി ഞെട്ടിപ്പിക്കുന്ന പല കൊലപാതകങ്ങളും നടന്നു കഴിഞ്ഞു. അതേസമയം തന്നെ കോഴിക്കോട് തടമ്പാട്ടുതാഴം ഫ്ലോറിക്കൻ റോഡിൽ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതേസമയം തന്നെ സഹോദരിമാരെ കൊലപ്പെടുത്തി ഒളിവിലായിരുന്ന സഹോദരൻ കഴിഞ്ഞ ദിവസം തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. കരിക്കാംകുളത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന പ്രമോദിനെയാണ് ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലശ്ശേരിയിലെ ബീച്ചിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹോദരിമാരായ ശ്രീജയ, പുഷ്പ എന്നിവരുടെ കൊലയ്ക്ക് ശേഷം നടന്നുപോകുന്ന പ്രമോദിന്റെ CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവരികയും ചെയ്തിരുന്നു. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. സഹോദരിമാരും പ്രമോദും ഏറെ സ്നേഹത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. സഹോദരിമാരുടെ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ കൊണ്ട് മറ്റു വഴികളില്ലാത്തതിനാലാകും പ്രമോദ് കൊലപാതകം നടത്തിയതെന്നും നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. പോലീസ് സംഘം തലശ്ശേരിയിലേക്ക് പുറപ്പെട്ടു. കഴിഞ്ഞ ദിവസമായിരുന്നു
തളമ്പാട്ട് താഴത്തെ വീട്ടിൽ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതശരീരം പൊതുദർശനത്തിന് വെക്കുന്നത് പോലെ വെള്ള പുതപ്പിച്ച നിലയിൽ 2 മുറികളിലായിരുന്നു. പ്രമോദ് തന്നെയായിരുന്നു സഹോദരിമാരുടെ മരണവിവരം ബന്ധുക്കളെ വിളിച്ചറിയിച്ചത്. പുലർച്ചെ 5 മണിയോടെ പ്രമോദ് ഒരു സഹോദരി മരിച്ചെന്ന് ബന്ധുവിനെ വിളിച്ചു പറയുകയായിരുന്നു. ഇയാൾ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് 2 പേരെയും 2 മുറികളിലായി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴുത്ത് ഞെരിഞ്ഞാണ് സഹോദരിമാരുടെ മരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞിരുന്നു.